നമസ്കാരം. ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു പേടിയാണ്. അതിൻ്റെ ചികിത്സ എന്ന് കേൾക്കുമ്പോൾ അതിലേറെ ഭീതിയും. ഈ ഒരു കാലഘട്ടത്തിൽ ക്യാൻസർ എന്ന ഈ മാരക വിപത്ത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത്, അതുപോലെ തന്നെ കേരള ജനതയുടെ ഇടയിലും വളരെയധികം പടർന്നു പിടിക്കുന്ന ഒരു രോഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ എങ്ങനെ നമുക്ക് ചെറുക്കാം, എങ്ങനെ ചികിത്സിക്കാം, എവിടുന്ന് ഇതിൻ്റെ ചികിത്സ തുടങ്ങണം എന്നതിനെ സംബന്ധിച്ച് വളരെ ആധികാരികമായിട്ട് നമ്മോട് പറയാൻ ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തെ തന്നെ പ്രശസ്തനായിട്ടുള്ള ക്യാൻസർ രോഗവിദഗ്ധൻ ഡോക്ടർ VP ഗംഗാധരൻ സാറാണ് നമ്മോട് ഒപ്പം കൂടിയിട്ടുള്ളത്. വളരെയധികം സന്തോഷം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു കഴിഞ്ഞ ഏതാനും ഒരു സർവേ നോക്കിയപ്പോൾ മിസോറാം ആയിരുന്നു ഏറ്റവും ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഹരിയാന, അത് കഴിഞ്ഞ് കേരളം എന്നുള്ള ഒരു ഇതിൽ സർവേയിൽ പോകുന്ന സമയത്ത് ഈ കേരളം ഇന്ന് ഒന്നാം സ്ഥാനത്ത് ഏകദേശം 133 പോയിൻറ്റോ അങ്ങനെ എന്തോ ആയിട്ടാണ് കേരളം നിൽക്കുന്നത്. അപ്പോൾ കേരളത്തിലാണ് അങ്ങയുടെ ഒരു പ്രവർത്തന മേഖല ഏറ്റവും കൂടുതൽ. ഒരുപാട് രോഗികളെ പരിശോധിക്കുവാനും അതുപോലെ തന്നെ അവരെ ചികിത്സിക്കുവാനും ക്യൂർ കൊടുക്കുവാനും അതിലൊരു ഗവേഷണം നടത്തുന്ന ഒരു ഡോക്ടർ കൂടിയാണ് താങ്കൾ. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയധികം ഈ ക്യാൻസർ രോഗികൾ കൂടുതലായിട്ട് വരാനുള്ളൊരു കാരണമാണ്? തീർച്ചയായും കേരള ക്യാൻസർ കൂടുതലാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ കണക്കുകൾക്ക് ചെറിയൊരു പ്രശ്നങ്ങളുണ്ട്. അതായത് ഒന്ന്, മറ്റു പല സംസ്ഥാനങ്ങളിലും ഇതുപോലെ ക്യാൻസർ രോഗികളുടെ കണക്കുകൾ കൃത്യമായിട്ട് രേഖപ്പെടുന്നില്ല, ഡിറ്റക്ഷൻ നടക്കുന്നില്ല. പിന്നെ നമ്മളിവിടെ കൂടുതൽ ആൾക്കാർ ഇതിനെക്കുറിച്ച് അറിയാവുന്നത് കൊണ്ടും കൂടുതൽ ആൾക്കാർ അത് ശ്രദ്ധിക്കുന്നത് കൊണ്ടൊക്കെയാണ് അത് വരുന്നത്. അതൊരു കാരണം തന്നെയാണ്. അതായത് കൂടുതൽ ആൾക്കാരെ കണ്ടുപിടിക്കപ്പെടുന്നതും രേഖപ്പെടുത്തുന്നതും മറ്റു പലയിടത്തും അത് നടക്കുന്നില്ല. ക്യാൻസറുമായിട്ട് നടക്കുന്ന ആൾക്കാരെ നടക്കുന്നില്ല. അതൊരു കാരണം തന്നെയാണ്. പക്ഷേ എന്തായാലും അത് കൂടുന്നുണ്ട്, ഇല്ലെന്ന് പറഞ്ഞാൽ ക്യാൻസർ കൂടുന്നുണ്ട്. നമ്മൾ എന്നും ക്യാൻസറിനെ കാണുന്ന ഒരു ജീവിതശൈലി രോഗമായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ചികിത്സ എന്ന് മാത്രമല്ല, ചികിത്സ തീർച്ചയായും നമുക്ക് അസുഖം വരുമ്പോൾ ചികിത്സിച്ചാൽ മതിയാവും, വേറെ മാർഗ്ഗമില്ല. പക്ഷെ അതിന് മുമ്പ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഒന്ന്, നമുക്ക് തടയാൻ സാധിക്കുന്ന എന്തെങ്കിലും സാധ്യതകളുണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ അപ്പോൾ അവിടെയാണ് നമ്മുടെ ഏറ്റവും പ്രധാനം. അതിൽ നമ്മുടെ കണക്കുകൾ വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നത് 30% ക്യാൻസറുകൾ നമുക്ക് തടയാൻ സാധിക്കുന്ന ക്യാൻസറുകളാണ്. നമുക്ക് പുകയില, മദ്യപാനം, നമ്മുടെ ജീവിതശൈലി, വ്യായാമം, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുന്നത്. പുകയിലേ വേണ്ട, മദ്യപാനം വേണ്ട, ആഹാര രീതികളും നമ്മൾ തീർച്ചയായും നമുക്ക് ധാരാളം മാറ്റങ്ങൾ ആവശ്യമായിട്ടുണ്ട്. അവിടെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അമിതവണ്ണം തന്നെയാണ്. അമിതവണ്ണം എന്നുള്ളതിലെ കണക്കിലേക്ക് പോകുമ്പോഴാണ് മിക്കവാറും എല്ലാം നമ്മുടെ പ്രശ്നമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ വ്യായാമം പ്രധാനം. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, ചെയ്യണം. നമ്മൾ കേട്ടുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നമുക്കൊരു സാധ്യത മുമ്പിൽ വരികയാണ്. അതേപോലെ തന്നെ പ്രധാനമാണ് മറ്റു വശം കൊണ്ട്. അതായത് നമുക്ക് പാശ്ചാത്യ രാജ്യങ്ങളെ കണക്കെടുക്കുകയാണെങ്കിൽ പലപ്പോഴും ഈ കണക്കുകൾ ഇത് തുല്യമായിരിക്കും. പക്ഷേ അവിടെ രക്ഷപ്പെടുന്നവരുടെ എണ്ണം കൂടുതലാണ്. അതിൻ്റെ കാരണം പ്രാരംഭദശയിൽ കണ്ടെത്താൻ സാധിക്കുകയാണ്. കണ്ടെത്താൻ ശ്രമമാർക്കുണ്ട്, അതിനുള്ള മാർഗരേഖകളുണ്ട്. നമുക്ക് മാർഗരേഖകളില്ല, നമുക്കറിയാം, പക്ഷെ നമ്മൾ ചെയ്യുന്നില്ല പലപ്പോഴും. അതുകൊണ്ട് തന്നെ 30% ക്യാൻസറുകൾ നമുക്ക് പ്രാരംഭദശയിൽ കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ക്യാൻസറുകളാണെങ്കിലും നമ്മളത് ശ്രമം നടക്കുന്നില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസറാണ് ഏറ്റവും സ്നാനപത എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല പാശ്ചാത്യ രാജ്യങ്ങളും നമ്മുടെ കണക്കുകൾ തുല്യമാണ്, അല്ലെങ്കിൽ കൂടുതലാണ്. പക്ഷേ അവിടെ രക്ഷപ്പെടുന്നവരുടെ എണ്ണം ഒരു 60-70% മുകളിലാണെങ്കിൽ നമ്മളിവിടെ 25-30% രക്ഷപ്പെടുള്ളൂ. കാരണം നമ്മളിവിടെ കണ്ടുപിടിക്കപ്പെടുന്ന എല്ലാം അഡ്വാൻസ് സ്റ്റേജാണ്. സ്റ്റേജ് 3 അല്ലെങ്കിൽ സ്റ്റേജ് 4 എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായിട്ടും സ്റ്റേജ് 1 തന്നെ കണ്ടുപിടിക്കണം. അതെന്തുകൊണ്ട് തന്നെ ആ കണ്ടുപിടിക്കാനുള്ള ശ്രമം അവർ ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പം നമുക്ക് ആ ഒരു മാർഗ്ഗരേഖ കൊണ്ട് നമ്മുടെ മുമ്പിൽ വരണം. അപ്പം തടയാൻ സാധിക്കുന്നതിനുള്ള എല്ലാം നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അതുപോലെ തന്നെ കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ സ്വീകരിച്ചേ മതിയാവും. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 50% ക്യാൻസർ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതായിരിക്കും. ഇപ്പം സാറ് പറഞ്ഞല്ലോ ഏറ്റവും ഏർലി ഡിറ്റക്ഷൻ എന്ന് പറയുന്ന ആ ഒരു സംവിധാനം, അത് എന്തുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ നമുക്ക് അങ്ങനെ ഒരു പ്രായോഗിക നമ്മൾ പറയുന്നത് ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് എന്ന് പറയാം അല്ലേ? ഒന്ന്, നമുക്ക് കൂടുതൽ അറിയണം, ആൾക്കാരെ അറിയണം, അവബോധം തീർച്ചയായും. അതാണ് ക്യാൻസറിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം. അത് തന്നെയാണ്. അതായത് ക്യാൻസറിനെ കുറിച്ച് കൂടുതൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം പലപ്പോഴും തെറ്റിദ്ധാരണയാണ്, മാമോഗ്രാം ചെയ്ത പ്രശ്നങ്ങളാണ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ജനങ്ങളിൽ എത്തണം. ജനങ്ങൾ എത്തുക എന്ന് പറഞ്ഞാൽ അത് എത്തേണ്ടത് 70-80 വയസ്സിലല്ല എത്തേണ്ടത് കുട്ടിക്കാലത്താണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാനുണ്ട്, അതായത് നമ്മുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെ കൊണ്ടുവരണം. യുവർ ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ബാക്കി എന്തൊക്കെ പഠിച്ചിരിക്കും നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമുക്ക് അറിയാൻ പറ്റുമോ? യു ഹാവ് ടു നോ ഇറ്റ് അല്ലേ? അത് നമ്മൾ ചെയ്യണം. അതൊരു ഭാഗമാണ്. അത് നമ്മുടെ ക്യാരറ്റാണ്. സ്റ്റിക്ക് എന്താണെന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ ചെയ്തേ മതിയാവും. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ജോലി ജോയിൻ ചെയ്യണം, നമുക്കൊരു പ്രൊമോഷന് വരികയാണ്. ആ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇന്ന ടെസ്റ്റുകൾ നമ്മൾ ചെയ്തേ മതിയാവും.
എന്നുള്ളത് ഒരു നിയമപരമായിട്ട് അത് ഇപ്പൊ വാക്സിനേഷൻ ഒക്കെ ചെയ്യുന്ന പോലെ വാക്സിനേഷൻ ചെയ്താലേ സർട്ടിഫിക്കറ്റ് പുറം രാജ്യങ്ങളിലേക്ക് പോകണമെങ്കിൽ ഇതിന്റെ വാക്സിനേഷൻ ചെയ്തില്ലേ പോകുള്ളൂ. അതെ, അതേപോലെ നിർബന്ധമായിട്ടും ചെയ്യണം എന്നുള്ളൊരു ഇതും കൂടെ, അത് സ്റ്റിക്കാണ്. രണ്ടും കൂടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമ്മൾ ചെയ്തു പോകും. അങ്ങനെ ചെയ്യാനുള്ള ശ്രമം നമ്മൾ നടത്തുന്നില്ല. നമുക്ക് ഇപ്പം നമ്മൾ ചിലപ്പോൾ ക്യാമ്പ് നടത്തുകയായിരിക്കും, ചിലപ്പോൾ ക്യാമ്പിൽ കുറച്ച് പേര് ചെയ്തിട്ട് പോകും, കഴിഞ്ഞു. അല്ലെങ്കിൽ നമ്മളൊരു ബ്രസ്റ്റ് ക്യാൻസർ മന്തിൽ കുറച്ച് സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് കഴിഞ്ഞു. നമുക്കൊരു ഒരു ഒരു പോളിസി ആയിട്ട് ഒരു സമൂഹത്തിൽ അത് നടക്കുന്നില്ല. അതാണ് അതിനെ പറ്റുക. സാധാരണ ഇപ്പോൾ ഏർലി ഡിറ്റക്ഷൻ മെഷേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ നേരത്തെ കണ്ടെത്താനുള്ള നമ്മൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നമുക്ക് പറയാം. എല്ലാ ക്യാൻസറും കണ്ടെത്താൻ സാധിക്കില്ല. സ്തനാർബുദം കണ്ടെത്താൻ സാധിക്കും, ഗർഭാശയമുള്ള ക്യാൻസർ കണ്ടെത്താൻ സാധിക്കും, വായ്ക്ക് നൽകുന്ന ക്യാൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും, വൻകുടലിലെ ക്യാൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും, ഒരു പരിധി പ്രോസ്റ്റേറ്റ് ക്യാൻസർ കണ്ടുപിടിക്കാം. ഇത് ഓരോന്നിനും ഓരോന്നാണ്. അപ്പോൾ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ നമ്മൾ പറയുന്നത് ട്യൂമർ മാർക്കേഴ്സ് വെച്ചിട്ട് ട്യൂമർ മാർക്കേഴ്സിൽ നമുക്ക് പ്രോസ്റ്റേറ്റിനും ഇതൊക്കെ അത് അതിനേക്കാൾ പ്രധാനം എന്താ വെച്ചാൽ ബ്രസ്റ്റ് ക്യാൻസർ നമുക്ക് എടുക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഒന്ന് സെൽഫ് എക്സാമിനേഷനാണ്. സ്വന്തം സ്വയം ശീലിക്കണം. അതായത് അബോവ് ദി ഏജ് ഓഫ് 20 years. 40 yearsന്റെ മുകളിൽ നമ്മൾ ആനുവൽ മാമോഗ്രാം, എക്സ്റേ മാമോഗ്രാമും, 20 to 40 years നമ്മൾ എക്സ്റേക്ക് പകരം അൾട്രാസൗണ്ട് MRI മാമോഗ്രാമാണ്. ഇവിടെ ഡോക്ടറെ കൊണ്ട് അബോവ് ദി ഏജ് ഓഫ് 40 years ആനുവൽ ചെക്കപ്പ്. നമുക്ക് അതുപോലെ തന്നെ മാത്രമല്ല, നമുക്ക് ഈ പുതിയ സംവിധാനങ്ങളിൽ നമുക്ക് ഇത് വരാൻ സാധ്യതയുള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു 10% ഒക്കെ നമുക്ക് പാറ്റേൺ ഉണ്ട്. അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അതായത് ജനറ്റിക് ടെസ്റ്റ് കൂടെ ഐഡന്റിഫൈ സാധിക്കുക. ഹൈ റിസ്ക് ഗ്രൂപ്പിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും, അവർക്ക് കൊടുക്കുന്ന സജഷൻസും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഭാഗമായിട്ട് നമ്മൾ കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു കാര്യങ്ങൾ പറയും. അത് ബ്രസ്റ്റിൻ്റെ ആണ്. ഗർഭാശയ ക്യാൻസർ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പാപ്നിയർ ആണ്. പാസ്മിയർ പ്ലസ് HPV DNA ടെസ്റ്റ്, അത് പാസ്മിയർ ആണ്. ബാക്കിയത്തെ ക്യാൻസർ നമുക്ക് എക്സാമിനേഷനാണ്. വൈറ്റ് പാറ്റസ് അല്ലെങ്കിൽ അൾസേഴ്സ്, പെയിൻലെസ് അൾസേഴ്സ്, അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. കോളൻ ക്യാൻസർ നമുക്ക് നമ്മുടെ ബവൽ ഹാബിറ്റിൽ വരുന്ന വ്യത്യാസം, അതുപോലെ ബ്ലീഡിങ് ഉണ്ടാകുന്നു. റെഗുലർ കോളനോസ്കോപ്പി 5 years ഹൈ റിസ്ക് ഗ്രൂപ്പിൽ മച്ച് മോർ ഫ്രീക്വന്റ് കോളനോസ്കോപ്പിയിൽ പറയുന്നത്. പ്രോസ്റ്റേറ്റിൽ PSA ആണ് ഒരു പാർട്ട്. PSAന്റെ എക്സാമിനേഷൻ 50 years. ചില കോൺട്രവേഴ്സീസ് ഒക്കെ പ്രോസ്റ്റേറ്റിലുണ്ടെങ്കിലും യൂസ്ഫുൾ. നമുക്കിത് ഈ 5-6 നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയാണ്. ഒരു 30% നമുക്ക് പ്രിവെൻഷനും 30% നമുക്ക് സ്ക്രീനിങ്ങും സാധിക്കുമെങ്കിൽ ഓൾമോസ്റ്റ് 50% നമുക്ക് ഐദർ പ്രിവെന്റബിൾ ഓർ സ്ക്രീനബിൾ. സ്ക്രീനിങ് ആണ് ഇതിൽ ഏറ്റവും നമുക്ക് കണ്ടെത്താൻ പ്രിവെൻഷൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ കേരളത്തിൽ നമ്മൾ ഈ പെഡിയാട്രിക് ക്യാൻസേഴ്സും കൂടുതൽ ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ട്. അത് ഈ കുട്ടികളുടെ ക്യാൻസർ അതിൻ്റെ ഒരു മൂലമായിട്ടുള്ള കാരണം കുട്ടികളെ നമുക്ക് അറിഞ്ഞിരിക്കാൻ നമ്മൾ ഒരു കാര്യം എപ്പോഴും എടുത്തു പറയാറുള്ളത് നമ്മുടെ പാരൻസിന്റെ ലൈഫ് സ്റ്റൈൽ സംതിങ് വിച്ച് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. ഈ കുട്ടികൾ വരുന്ന കാരണങ്ങൾ പാരന്റൈലായിട്ടുള്ള പക്ഷെ കുട്ടികൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കേണ്ടത്, കുട്ടികൾ വരുന്ന ക്യാൻസറിൽ ഓൾമോസ്റ്റ് 70 to 80% ക്യൂറബിൾ. ഓക്കെ, വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം കുട്ടികളുടെ കേസിൽ അത് ക്യൂറബിൾ ആണ്. പലരും വളരെ ആങ്സൈറ്റിയാണ്, കുട്ടികൾക്ക് ആങ്സൈറ്റി ഉണ്ട്. പാരന്റ്സും എവിൻ സാർക്കോമ പോലുള്ളതൊക്കെ വളരെ മാരകമായിട്ട് കുറെ കുട്ടികൾക്ക് കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ക്യൂറബിൾ ആയിട്ട് ഡോക്ടറുടെ എക്സ്പീരിയൻസിൽ എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ് നമുക്ക് എല്ലാ ക്യാൻസറിനും ട്രീറ്റ്മെന്റ് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ പറയും സർജറി, റേഡിയേഷൻ, കീമോതെറാപ്പി, അഥവാ മരുന്നുകൾ, ഹോർമോൺസ്, ലേറ്റസ്റ്റ് നമ്മൾ ഇമ്മ്യൂണോതെറാപ്പി എല്ലാം ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അപ്പം നമ്മൾ പലപ്പോഴും ചോദ്യം ചോദിക്കാറുള്ള ഇന്ത്യയിൽ ഇതെല്ലാം കിട്ടും, ഇതിലെല്ലാം കിട്ടും. നമ്മൾ ലോകത്ത് എവിടെ ഏത് സാഹചര്യം കിട്ടണമെങ്കിൽ ചില ഡ്രഗ് ട്രയൽസോ എക്സ്പെരിമെന്റ്സ് ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ ബാക്കി വാട്ട് എവർ ഈ സ്റ്റാൻഡേർഡ് അവൈലബിൾ നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ അതിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ പുറകെ ഓടി നടക്കേണ്ട ആവശ്യം. ഇവിടുത്തെ ഏത് സ്റ്റാൻഡേർഡ് സെന്റർ ആണെങ്കിലും ആ സ്റ്റാൻഡേർഡ് സെന്ററിൽ ഇതിലേക്ക് ഏറ്റവും ഓൾ ദി ഈ മുതിർന്നവരിലുള്ള ഇപ്പോൾ ക്യാൻസർ അതിനിപ്പോൾ ഒരു സാധ്യതകൾ എന്തൊക്കെ? നമ്മൾ അവരുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്, അവരുടെ ഭക്ഷണങ്ങളും അതുപോലെ തന്നെ അവർക്ക് ജനറ്റിക് പാറ്റേൺസ്. നമുക്ക് ഏജിങ് ഒരു ഫാക്ടറാണ് ക്യാൻസറിന്. അതായത് പ്രായമേറുന്തോറും നമുക്ക് വരാത്ത അസുഖം തന്നെ ക്യാൻസർ, അതൊരു ഫാക്ടർ തന്നെയാണ്. ഏജിങ് ഒരു ഫാക്ടറാണ്. മറ്റേത് നമ്മുടെ ബാക്കി എൻവയൺമെന്റിലുള്ള നമ്മുടെ ലൈഫ് സ്റ്റൈല്, നമ്മുടെ ഹാബിറ്റ്സ്, ടൊബാക്കോ, ആൽക്കഹോൾ, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, അതുപോലെ പിന്നെ നമ്മുടെ എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, അതുപോലെ ഒക്കെ നമുക്ക് എൻ്റെ വരും. പക്ഷെ അതൊക്കെ ചെറിയ പെർസെൻറ്റേജ് ഉള്ളൂ. ജനറ്റിക് 5 to 10% ഉള്ളൂ. മേജർ പാർട്ട് നമ്മുടെ ഈ ഭാഗങ്ങളാണ്, നമ്മുടെ ഹാബിറ്റ്സ് ആൻഡ് ലൈഫ് സ്റ്റൈലാണ് നമുക്ക് മേജർ പാർട്ട് വരുന്നത്. ഇതിലിപ്പോൾ നമുക്ക് ഈ തൈറോയിഡ് ക്യാൻസേഴ്സ് ഇപ്പോൾ കൊല്ലം അതുപോലെ
തന്നെ തിരുവനന്തപുരത്തൊക്കെ ധാരാളം ആയിട്ട് കാണുന്നുണ്ടെന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ബേസിക് ആയിട്ടൊരു കോസ് എന്തായിരിക്കും? തൈറോയ്ഡ് നമ്മളൊരു ബേസിക് കോസ് എന്ന് പറഞ്ഞൊന്നും ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. തൈറോയ്ഡ് ക്യാൻസർ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട കാര്യം വെരി ഹൈ ക്യൂർ റേറ്റ്. നമ്മളൊരു ക്യാൻസർ ആയിട്ട് തന്നെ കണക്കാക്കില്ല. അതെ, ശരി. ഭയങ്കര ക്യൂർ റേറ്റ് ആണ്. പക്ഷേ എക്സാക്ട്ലി ഇന്നത് കൊണ്ടാണ് ഇപ്പൊ നമ്മൾ സ്മോക്കിംഗ് കൊണ്ടാണ് ലങ് ക്യാൻസർ വരുന്നത് പറയുന്ന പോലെ ഒരു കാരണം നമുക്ക് തൈറോയ്ഡ് പറയാൻ സാധിക്കും. ഇപ്പോൾ ക്രോണിക് COPD ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിന് ഒരു പക്ഷേ ഒരു എബവ് 60 ഒക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്യാൻസറസ് ആവാനുള്ളൊരു സാധ്യത. സാധാരണ അത് കൺവേർഷൻ എന്ന് പറയുന്ന സാധനം ഭയങ്കര കുറവാണ്. അങ്ങനത്തെ സാധ്യത എല്ലാ സാധനം സാധാരണ പലപ്പോഴും ആ COPD പേഷ്യൻ്റ് വെച്ച് സ്മോക്കർ ആയിരിക്കും. അതെ, അതാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ COPD എന്നുള്ളതല്ല പലപ്പോഴും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അവരുടെ ബേസ് ലൈൻ ഹാബിറ്റ്സ് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതെ, ശരി. അതുപോലെ തന്നെ ഈ കൊളോറക്ടൽ ക്യാൻസേഴ്സ് കൂടുതലായിട്ടും അവരുടെ ഇപ്പം ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈലുണ്ടല്ലോ, ഭക്ഷണം, ഷവർമ, അതുപോലെ തന്നെ കുഴിമന്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഭക്ഷണശീലങ്ങൾ ഇതിനെ കൂടുതൽ ട്രിഗർ ചെയ്യുന്ന ഫാക്ടേഴ്സ് ആയിട്ട് എനിക്ക് ലോ ഫൈബർ ഡയറ്റ് എപ്പോഴും പ്രോബ്ലമാണ്. നമ്മൾ പറയുന്നത് നാര് കുറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കുന്ന ഒരു ഹൈ ഫാറ്റ് ഹൈ കാലറി ഡയറ്റും അത് കൊളക്ടൽ ക്യാൻസറിനൊക്കെ ഒരു പ്രോബ്ലം. ആൽക്കഹോൾ കൊളക്ടൽ ക്യാൻസറിന് ഒരു പോസിറ്റീവ് ഏജൻസ് ആണ്. ഇതെല്ലാം കൂടി കോൺട്രിബ്യൂട്ടറി ഫാക്ടേഴ്സ് ആണ് എല്ലാം. അല്ല, ക്രോണിക് ഹെമറോയിഡ്സ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് ക്യാൻസറസ് ഇതിലേക്ക് വരാനുള്ള ഹെമറോയിഡ്സ് ക്യാൻസറായിട്ട് മാറുന്നേക്കാൾ നമുക്ക് സാധ്യത ഹെമറോയിഡ്സ് പലപ്പോഴും ക്യാൻസറിന്റെ സൂചനയായിരിക്കും. ഒരു കുടലിലെ ക്യാൻസറിന്റെ ഒരു സൂചനയായിട്ട് ചിലപ്പോൾ നമുക്ക് പുറത്തൊരു ഒരു പൈൽസ് പോലെ ഹെമറോയിഡ്സ് പോലെ വരാം. പലപ്പോഴും നമുക്ക് പറ്റുന്ന അബദ്ധം നമ്മൾ സ്വയം തീരുമാനം കൊടുക്കും ഈ പൈൽസ് മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ല. അത് നമ്മൾ എങ്ങനെയാണ് നമുക്ക് ഏർലി ആയിട്ട് ഡിറ്റക്ട് ചെയ്യാൻ? കൊളറക്ടൽ ക്യാൻസർ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മനസ്സിലാക്കാൻ പരിശോധിക്കാൻ പറയും. അതായത് ഫീക്കൽ ലോക്കൽ ബ്ലഡ് ടെസ്റ്റ്, സ്കോപ്പിയ, കൊളോണോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏർലി ആയിട്ട് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഈ ഹെപ്പാറ്റോബിലിയറി ക്യാൻസേഴ്സ് അതും ഇപ്പോൾ കേരളത്തിൽ കൂടുതലായിട്ട് ധാരാളം കാണാനുണ്ട്. അതിൻ്റെ ഒരു ബേസിക് കേസ് ഈ വൈറസ് ആണോ അതോ ഇവരുടെ ക്രോണിക് ആൽക്കഹോളിസം എടുക്കുന്നതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ നമ്മൾ വിചാരിക്കുന്ന മുഴുവൻ ആൽക്കഹോളിക്സ് ആണ്. ആൽക്കഹോളിക്സ് മാത്രമല്ല, നോൺ ആൽക്കഹോളിക്സ് ഉണ്ട്, ഗോയിങ് ഫോർ ക്യാൻസർ ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ട്. പക്ഷെ നമുക്ക് കൂടുതലും നമുക്ക് ഇപ്പോൾ വരുന്നത് ആ ഗ്രൂപ്പ് നോൺ ആൽക്കഹോളിക് ഗോയിങ് ഫോർ എ പ്രോബ്ലം എന്നതാണ് കൂടുതൽ. ലിവർ ക്യാൻസർ കൂടുതലാണ്. ലിവർ ക്യാൻസറിന്റെ പ്രശ്നം ഇതാണ്. ലിവർ ക്യാൻസർ കാരണം നമുക്ക് നമ്മുടെ ക്യൂർ റേറ്റ് ഭയങ്കര ലോ ആയിരിക്കും. കാരണം നമുക്ക് പലപ്പോഴും ഒരു സർജറി ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ നമുക്ക് അതിൻ്റെ വരുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രിവെന്റീവ് ഫാക്ടർ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും 100% പ്രിവെൻഷൻ പറയുന്നില്ല. പക്ഷേ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് പ്രോബ്ലത്തിൽ പോകുന്നതൊക്കെ ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിന്റെ വാക്സിനേഷൻ എടുക്കാൻ പറയുന്ന കാരണം. അത് ഇതിൽ ഒരു പക്ഷേ ഒരു പ്രിവെന്റീവ് ആയിട്ട് നമുക്ക് കുറച്ചു കാലം നമുക്ക് സാധ്യത കാണുന്നുണ്ട്. ക്യൂർ റേറ്റും തന്നെ കുറച്ച് കുറവാണ് അല്ലേ ഹെപ്പറ്റൈറ്റിസിൽ? അതുപോലെ തന്നെ സ്കിൻ ക്യാൻസേഴ്സിന് ഇതിന്റെ എത്രത്തോളം? സ്കിൻ ക്യാൻസേഴ്സ് നമുക്ക് സ്കിൻ ക്യാൻസർ പൊതുവേ നമുക്ക് ഇന്ത്യയിൽ കുറവാണ്. അത് നമ്മുടെ കളറാണ്, നമ്മുടെ ബ്ലാക്ക് കളർ പ്രൊട്ടക്ട്സ് യു ഫ്രം ദി സൺ. സ്കിൻ ക്യാൻസർ പൊതുവെ കുറവാണ്. പക്ഷെ നമുക്ക് സ്കിൻ ക്യാൻസറിന്റെ ചില ഓക്യുപേഷണൽ കോഴ്സുകളൊക്കെ ഇപ്പോൾ കൊല്ലത്ത് കശുവണ്ടി അവരുടെ കയ്യിലുണ്ടാവുന്ന പക്ഷെ ആ ഇറിറ്റേഷൻ ക്യാൻസർ ആയിട്ട് മാറാൻ സാധ്യത. സ്കിൻ നമുക്ക് ഇവിടെ നമുക്ക് നമ്മള് പുറം രാജ്യങ്ങളൊക്കെ മെലനോമാസ് ആണ് കൂടുതലായിട്ട് വരുന്നത്. അത് നമുക്ക് പക്ഷെ കമ്പാരിറ്റീവ് കുറവാണ് നമുക്ക്. പിന്നെ സ്കാമസ് സെൽ കാർസിനോമ, മെലനോമാസ്. പക്ഷെ ഓവറോൾ എടുക്കുകയാണെങ്കിൽ സ്കിൻ ക്യാൻസേഴ്സ് കമ്പാരിറ്റീവ് കുറവാണ്. ഡോക്ടർ ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു ഇമ്മ്യൂണോ തെറാപ്പി. ഇതുവരെ ജനങ്ങൾക്കൊരു വലിയൊരു സംശയമാണ്, ഇത് എന്താണ്? നമ്മൾ ഇമ്മ്യൂണോ തെറാപ്പി നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ലേറ്റസ്റ്റ് ട്രെൻഡ്സിൽ ഇമ്മ്യൂണോ തെറാപ്പി എന്നുള്ള ഗ്രൂപ്പില് നമ്മുടെയൊക്കെ ശരീരത്തിൽ ഒരു പോലീസുകാരനുണ്ട്. ആ പോലീസുകാരൻ ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഒരു ക്യാൻസർ കോശത്തിനെ വളരാൻ സമ്മതിക്കില്ല. അത് നമ്മുടെ സൈറ്റോടോക്സിക് ടി ലിംഫോസൈറ്റ്. ഒരു ക്യാൻസർ കോശം വളരുമ്പോഴും അത് പെറ്റി വരുമ്പോഴും അത് ചെയ്യുന്നത് ഈ ടി ലിംഫോസൈറ്റിനെ സപ്രസ് ചെയ്യുക. വൈ ദെയർ ആർ മെക്കാനിസംസ്. നമ്മൾ പുതിയ ഇമ്മ്യൂണോതെറാപ്പി മെഡിസിൻസ് പലതും ആ സപ്രഷൻ നമ്മൾ ബ്ലോക്ക് ചെയ്യും. അപ്പം ഈ ടി ലിംഫോസൈറ്റ് ആക്റ്റീവ് ആയിരിക്കും. അത് മതി ക്യാൻസർ. നമ്മുടെ തന്നെ നോർമൽ ഇമ്മ്യൂണിറ്റി യൂസ് ചെയ്തുകൊണ്ട് ട്രീറ്റ്മെന്റിലേക്ക് നല്ലൊരു കോൺസെപ്റ്റാണ്. അത് തന്നെയാണ് അത് നമ്മുടെ ഈ പ്രകൃതി ജീവനവും അതുപോലെ തന്നെ നല്ലൊരു കൺസെപ്റ്റ് തന്നെയാണ്. അതുപോലെ നമുക്ക് പല ക്യാൻസറും നമ്മൾ അതിന്റെ ടാർഗറ്റ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഉണ്ടാകുന്ന വാട്ട് ജെനറ്റിക് ചേഞ്ച്. അപ്പോൾ ജീൻ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ആ ജീനിൽ വരുന്ന ചേഞ്ചസ് കണ്ടുകൊണ്ട് നമുക്ക് അതിനെതിരെയുള്ള മരുന്നുകൾ. അപ്പോൾ ലോട്ട് ഓഫ് അഡ്വാൻസസ്. ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഒരുപാട് രോഗികളെ അങ്ങ് നോക്കിക്കൊണ്ടിരിക്കുന്നു, ഇപ്പോഴും ക്യൂറാക്കി കൊടുക്കുന്നു. ഒരുപാട് പേരുടെ ഒരു ബ്ലെസ്സിങ്സ് സാറിനുണ്ട്. എന്താണ് സമൂഹത്തിനോട് നമുക്ക് ക്യാൻസറിനെ? ഞാൻ എപ്പോഴും പറയാറുള്ളത്, നമ്മൾ അസുഖം വരുമ്പോൾ ചികിത്സിക്കണം എന്നുള്ള ചിന്ത മാത്രമായിട്ട് ഇരിക്കരുത്. നമുക്ക് തടയാനുള്ള ശ്രമങ്ങൾ തീർച്ചയായും ചെയ്തേ പറ്റൂ. അതുപോലെ തന്നെ പ്രാരംഭദോഷം കണ്ടുപിടിക്കാനുള്ള സാധ്യതയുള്ള അസുഖമാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ള ശ്രമം നമ്മൾ നടത്തണം. ഇത് രണ്ടും ചെയ്യുകയാണെങ്കിൽ ക്യാൻസർ ഭയപ്പെടേണ്ട അസുഖമല്ല. മറ്റെല്ലാ അസുഖം പോലെ തന്നെ പ്രിവെൻറ്റബിൾ, സ്ക്രീനബിൾ ആൻഡ് ക്യൂറബിൾ.
തീർച്ചയായും സാർ ഇത്രയും നേരം നമ്മൾക്ക് നല്ലൊരു ഉപദേശങ്ങളാണ് തന്നത്. ക്യാൻസർ എന്നുള്ളത് പേടിക്കേണ്ട ഒരു അസുഖമല്ല. ഏർലിയായിട്ട് ഡിറ്റക്റ്റ് ചെയ്യുക, കറക്റ്റായിട്ടുള്ള മരുന്ന് കഴിക്കുക, ഒപ്പം ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയർ കറക്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ ഭൂരിഭാഗം ക്യാൻസേഴ്സും ക്യൂറബിളാണ്. ജനങ്ങൾ ഭീതി അകറ്റി നിർത്തിക്കൊണ്ട് കറക്റ്റായിട്ട് ഡോക്ടർമാരെ കാണുക, ഒപ്പം അതിൽ ഏർലിയായിട്ട് ഡിറ്റക്റ്റ് ചെയ്യുക, നേരത്തെ കണ്ടെത്തി അതിന് വേണ്ട ചികിത്സയും അതിനുള്ള സംവിധാനവും ഫോളോ അപ്പും ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ക്യാൻസർ എന്ന ഈ മഹാവിപത്തിൽ നിന്ന് ഈ സമൂഹത്തെ തന്നെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും എന്നുള്ളൊരു ഉപദേശമാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് കാലം ഈ സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്യാനും ഒരുപാട് ക്യാൻസർ രോഗികൾക്ക് ആശ്വാസം നൽകുവാനും സാധിക്കട്ടെ. മെനി താങ്ക്സ്, വെരി വെരി താങ്ക്സ് ഫോർ ഹിയർ. താങ്ക് യു.